ഹലോ ഗൈസ്, ഞാനിന്ന് ഇവിടെ ഇറച്ചിച്ചോറ് ചിക്കൻ വെച്ചിട്ടുള്ള ഇറച്ചിച്ചോറാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ചൂട് കട്ടിയുള്ള പാത്രത്തിൽ 2 ടീസ്പൂൺ നെയ്യും അതിലേക്ക് സൺഫ്ലവർ ഓയിലും ചേർക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയും ചേർക്കാവുന്നതാണ്. ഞാൻ നോർമലി ബിരിയാണി ഇറച്ചിച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് ഹോൾ സ്പൈസസ് ആഡ് ചെയ്യുക. നല്ല ജീരകം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാജീരകം കൂടെ ആഡ് ചെയ്യാം. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും, നല്ലൊരു സ്മെല്ലും ഉണ്ടാകും. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് നന്നായിട്ട് വഴറ്റുക. നമ്മൾ നോർമൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ സവോള വഴറ്റി ബ്രൗൺ കളർ ആകേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് വഴറ്റി വന്നാൽ മതിയാകും കേട്ടോ. ആ വഴറ്റി വന്ന സവോളയിലേക്കാണ് നമ്മൾ പിന്നെ പച്ചമുളക് ഇഞ്ചിയൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു പാകത്തിന് നമ്മുടെ സവോള വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി ചേർക്കുക. പേസ്റ്റ് രൂപത്തിലാക്കരുത്. ഈ ഒരു രൂപത്തിൽ ചതച്ച് വെച്ച രൂപത്തിലാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ബിരിയാണി ഇറച്ചിച്ചോറിനൊക്കെ ഈ ഒരു പാകമാണ് എപ്പോഴും നല്ലത്. അതിലേക്ക് ഞാൻ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇറച്ചി ആഡ് ചെയ്തിട്ടുണ്ട്. ചിക്കനാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ചിക്കൻ്റെ ആ ഒരു പിങ്ക് കളർ മാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് ഒന്നും കൂടെ ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗത്തിലാണ് നമ്മളെപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മളെല്ലാ മസാലയും കൂടെ ആഡ് ചെയ്യുകയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾ, 2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്ര കാര്യങ്ങളാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ 1.5 ടീസ്പൂൺ ടീസ്പൂൺ എന്താ പറയുക, ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എരിവ് കൂടുതലാണ്, ഇറച്ചിച്ചോറിന് എരിവ് കൂടുതലാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് എരിവിൻ്റെ അനുസരിച്ചിൽ നമുക്ക് മുളക് പൊടി മാറ്റാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ തക്കാളിയും അതുപോലെ തൈരും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം അത് തുറന്ന് അതിൻ്റെ പാകം നോക്കി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇറച്ചിച്ചോറിന് കുറച്ച് ഒരു എരിവ് എൻഹാൻസ് ചെയ്തിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇടയിലൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 8 to 9 മിനിറ്റ്സ് നമ്മൾ വേവിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരി ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് 2 ഗ്ലാസ് അരിക്ക് ഞാൻ 4 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 3.5 ഗ്ലാസ് വെള്ളമാണ്. നമ്മൾ എത്രയാണോ ഇറച്ചിയിൽ നിന്ന് വെള്ളം വരുന്നത് അതിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ വെള്ളം ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്കത് നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അരിയുടെ ഒരു 1/2 ഇഞ്ച് മേലെ കയറി നിൽക്കുന്ന രീതിയിലായിരിക്കണം വെള്ളം ചേർക്കേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മളത് അടച്ചു വെച്ച് വേവിക്കുക. ഞാൻ എൻ്റെ ഇടയിൽ മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടച്ചു വെച്ച് വേവിച്ച് വെള്ളം വറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്